എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ശ്രീലക്ഷ്മിയുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് നേരിടേണ്ട വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നല്ല രീതിക്ക് ആ വീഡിയോ റീച്ച് പോയപ്പോഴും അതിന്റെ താഴെ കണ്ടത് ഇവള് അവിടെ കളിക്കുന്ന ആളാണ്. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. പല ആണുങ്ങളുടെ കൂടെ പോകുന്നവളാണ്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇവൾ അറബിയുടെ വീട്ടിൽ പണിക്ക് വന്നിട്ട് ടിക്ടോക്ക് നോക്കിപ്പോയി ഇവള് ജയിലിൽ കിടന്ന് നന്നായി. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ. അത് എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്ക് ഈ ഫ്ലോറിൽ പറയാൻ വേണ്ടി പറ്റില്ല. പറയുന്നേ ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. സ്ത്രീത്വത്തെ അപമാനിക്കാൻ പറ്റും ആ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ എന്തോ നീ കേട്ടിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി ഉയർച്ചയിൽ എത്തി നിൽക്കാണ് ശ്രീലക്ഷ്മി. എന്ത് തോന്നുന്നു? താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? ഞാൻ കുവൈറ്റിൽ ആണുങ്ങളുടെ കൂടെ നടക്കുമെന്ന് പറഞ്ഞു. ഒരാണെങ്കിലും തന്റെ ഇടത്തോടെ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്റെ മുന്നിൽ വന്നിട്ട് നീ എന്റെ കൂടെ കിടന്നാന്ന് പറയട്ടെ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ശ്രീലക്ഷ്മി വളരെ നല്ല രീതിക്ക് എക്സ്പോസിങ് ചെയ്തിട്ടുള്ള ഷൂട്ട്സ് ചെയ്തു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കുറെ ഓൺലൈൻ മീഡിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നല്ല രീതിക്ക് ശ്രീലക്ഷ്മി എക്സ്പോസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. ജീവിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രത്തിന്റെ അളവ് എത്രയും കുറയ്ക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണോ ശ്രീലക്ഷ്മി? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. എനിക്ക് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഒക്കെ ഇഷ്ടം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം അങ്ങനെയാണ്. അതിനകത്തൂടെ ഒരു ഇച്ചിരി സാധനം കണ്ടു കഴിഞ്ഞാൽ അതെന്തോ വലിയ അങ്ങ് ആക്കിയിട്ട് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുക, എന്നിട്ട് വായി വരുന്ന വിളിച്ചു പറയുകയും ചെയ്യുക. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമ്മുടെ കേരളത്തില് ആണുങ്ങൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിനെ പറ്റി എനിക്കറിയില്ല. സത്യം സത്യം.